നമസ്കാരം. മലയാളത്തിൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് വിശേഷിപ്പിക്കാവുന്ന അല്ലെങ്കിൽ ഗോട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന അഭിനേതാവ് ആരായിരിക്കും? അങ്ങനൊരു ആക്ടർ ഉണ്ടെങ്കിൽ അത് ആരായിരിക്കുമെന്ന് ചിന്തിച്ച് നോക്കിയപ്പോഴാണ് എല്ലാവരുടെ ഉള്ളിൽ അതിനൊരു ഉത്തരം ഉണ്ടാവും. കാരണം കുറേ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയുകയും കേൾക്കുകയും ചെയ്യുന്നതായതുകൊണ്ട് മലയാളത്തിൽ അങ്ങനൊരു ആക്ടർ ഉണ്ടെങ്കിൽ അത് ആരായിരിക്കും? ഞാൻ അങ്ങനെ ചിന്തിച്ച് നോക്കിയപ്പോഴാണ് ഇത് ആർക്കായിരിക്കും ഈ വിശേഷണം ഏറ്റവും കൂടുതൽ ചേരുക എന്ന് ആലോചിച്ചത്. അങ്ങനെ നോക്കിയ സമയത്ത് എനിക്ക് കിട്ടിയ ഉത്തരം മോഹൻലാലാണ്. മോഹൻലാൽ അല്ലാതെ മലയാളത്തിൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയാൻ പറ്റുന്ന ഒരു ആക്ടർ ഇല്ല. അത് രണ്ട് തരത്തിൽ പറയാം. മോഹൻലാൽ ഒരു അഭിനേതാവായിട്ടും വിലയിരുത്താം, മോഹൻലാൽ ഒരു സ്റ്റാറായിട്ടും വിലയിരുത്താം. അങ്ങനെ തന്നെ വിലയിരുത്തണം. കാരണം ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഒരിക്കലും നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. അത് മോഹൻലാലിൻ്റെ കാര്യത്തിൽ നിന്നല്ല, ആരുടെ കാര്യത്തിലായാലും. ഇപ്പം മലയാളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ കേസിൽ ആസ് ആൻ ആക്ടർ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടന്മാരുടെ മുൻനിരയിലുള്ള ഒരാളാണ്. അപ്പോൾ അയാൾ നാഷണൽ അവാർഡ് മുതൽ സ്റ്റേറ്റ് അവാർഡ് വരെ എല്ലാം നേടിയിട്ടുള്ള മനുഷ്യൻ. അതേപോലെയാണ് അയാൾ സ്റ്റാർ എന്ന് പറഞ്ഞ് മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ സ്റ്റാർ എന്ന് പറഞ്ഞ് നമ്മൾ വിലയിരുത്തുന്ന സമയത്തും ഒരു സ്റ്റാറിന് നേടാവുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളൊക്കെ നേടിയിരിക്കുക. ഒരു പ്രാദേശിക ഭാഷയിലെ ഒരു സ്റ്റാറിൻ്റെ ഏറ്റവും എക്സ്ട്രീം പൊട്ടൻഷ്യൽ തന്നെയാണ് മോഹൻലാൽ. നമുക്കങ്ങനെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷേ മലയാളത്തിൽ നോക്കുമ്പോൾ മലയാളത്തിൽ അത് മോഹൻലാൽ മാത്രമാണ്. ജനപ്രീതിയുടെ കാര്യത്തിലും അതെ, മോഹൻലാലിനോളം ആരും തന്നെ ഇല്ല. ജനപ്രീതിയുടെ കാര്യം പറയുമ്പോൾ നമുക്കിപ്പം തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ചോട്ടാ മുംബൈ ആണെങ്കിലും തൊട്ട് മുന്നേ ഇറങ്ങിയ തുടരുവാണെങ്കിലും അതിന് തൊട്ട് മുന്നേ ഇറങ്ങിയ എമ്പുരാനാണെങ്കിലും നമുക്ക് ലേറ്റസ്റ്റ് എക്സാമ്പിളാണ്. എല്ലാ ഡിക്കേഡിലും എല്ലാ ജനറേഷൻസിലും മോഹൻലാലിനെ സംബന്ധിച്ച് അങ്ങനത്തെ എന്താ പറയുക എക്സാമ്പിൾസ് നമുക്ക് എടുത്തു പറയാനുണ്ട്. ആസ് എ സ്റ്റാർ, ആസ് എൻ ആക്ടർ പറയുമ്പോഴും മോഹൻലാൽ അത്രയും ഗംഭീരമാണ്. കാരണം മോഹൻലാലിനോളം റേഞ്ചുള്ള ഒരു ആക്ടർ മലയാളത്തിലില്ല. മലയാളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ അത്രത്തോളം റേഞ്ചുള്ള ആക്ടേഴ്സ് ഇല്ല. കാരണം എന്തും ചെയ്യും, ലിമിറ്റ്ലെസ് ആണ്. ടാലൻറ്റ് ലിമിറ്റ്ലെസ് ആയാലും എന്താ ചെയ്യുക, അങ്ങനത്തെ ഒരു റേഞ്ചാണ് മോഹൻലാലിനുള്ളത്. അത് മറ്റാർക്കും ഇല്ല. നമുക്ക് ഏത് അഭിനേതാവിനെ വെച്ച് വേണമെങ്കിൽ നമുക്ക് തുല്യം ചെയ്ത് നോക്കിയാൽ മോഹൻലാൽ വേറിട്ട് നിൽക്കും, അല്ലെങ്കിൽ മോഹൻലാൽ കുറച്ച് മുകളിൽ നിൽക്കും. അത് തന്നെയാണ് മോഹൻലാൽ ആ ഒരു ഗോഡ് ടാഗിന് മോളിവുഡിൽ നിന്ന് അർഹനാകുന്നത് എനിക്ക് തോന്നുന്നു. ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ മോഹൻലാലിനെ വിലയിരുത്തി കഴിഞ്ഞാൽ മലയാളത്തിൽ ഏറ്റവും കഴിവുള്ള ആക്ടർ ആരാണെന്ന് ചോദിച്ചാൽ അത് മോഹൻലാലാണ്. കാരണം അത്രത്തോളം കഴിവുകൾ മോഹൻലാലിനുണ്ട്. മുൻപ് ഫാസിൽ പറഞ്ഞ പോലെ 8-9 കഴിവുകളുള്ള മോഹൻലാൽ എന്നാണ്. അതായത് ഒരു അഭിനേതാവിന് അത്രയ്ക്കും ടാലൻ്റ് ഉണ്ടാവും. ആ ടാലൻറ്റ് അത് അയാൾ എക്സ്പ്രസ് ചെയ്യുന്നത് വളരെ സ്വാഭാവികമായിട്ടാണ്. അപ്പോൾ അത് എടുത്തു പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും വളരെ വിസിബിളായിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ അത് മനസ്സിലായ കാര്യമാണ്. പക്ഷേ ഒരു അഭിനേതാവിൻ്റെ നേട്ടം എന്താണ്? ഒരു അഭിനേതാവ് എന്തെല്ലാമാണ് നേടിയിരിക്കുന്നത്? തീർച്ചയായിട്ടും മോഹൻലാൽ സ്റ്റേറ്റ് അവാർഡ് മുതൽ നാഷണൽ അവാർഡ് വരെ എല്ലാം നേടിയിട്ടുണ്ട്. ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് 6 തവണയാണ് മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് നേടിയത്. 1 തവണ സ്പെഷ്യൽ ജൂറി അവാർഡ് സ്റ്റേറ്റിൽ നേടി. കേരളത്തിൽ നിന്ന് തെലുങ്കിലേക്ക് പോയാൽ തെലുങ്കിൽ നിന്ന് 1 തവണ സപ്പോർട്ടിംഗ് ആക്ടറുകൾ അവാർഡ് നേടിയിട്ടുണ്ട്. നാഷണൽ അവാർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 തവണയാണ് നാഷണൽ അവാർഡിലേക്ക് വന്നിട്ടുള്ളത്. 1989 കിരീടത്തിൽ സ്പെഷ്യൽ ജൂറി മെൻഷൻ ആയിരുന്നു. ദെൻ 91 ഭരതത്തിൽ നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു ബെസ്റ്റ് ആക്ടറുകളിലെ. ദെൻ 99 വാനപ്രശസ്തിലൂടെ വീണ്ടും ദേശീയ അവാർഡ് ബെസ്റ്റ് ആക്ടർക്ക് നേടി. ദെൻ 2016 സ്പെഷ്യൽ ജൂറി അവാർഡ് നേടി. ദെൻ അതോടൊപ്പം തന്നെയാണ് ദേശീയ തലത്തിൽ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും മികച്ച സിനിമയുടെ പ്രൊഡ്യൂസറായിട്ട് വാനപ്രശസ്തിലൂടെ മോഹൻലാൽ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് അവാർഡിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റിലുണ്ട് 2 തവണയാണ് മികച്ച സിനിമകൾക്കുള്ള മികച്ച രണ്ടാമത്തെ സിനിമയായിട്ട് വിലയിരുത്തുന്ന സിനിമകൾക്കുള്ള അവാർഡുകൾ മോഹൻലാൽ നേടിയിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ കൂടെ മോഹൻലാൽ അയാളുടെ അയാളുടെ ഒരു സിഗ്നേച്ചർ മലയാള സിനിമയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു അഭിനേതാവ് എന്നുള്ള നിലയ്ക്ക് ഈ 2 നേട്ടങ്ങൾ മാത്രമല്ല, സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ് മാത്രമല്ല, അതോടൊപ്പം തന്നെയാണ് പത്മഭൂഷൺ മുതൽ ഇങ്ങോട്ടുള്ള മറ്റ് നേട്ടങ്ങളും. അപ്പോൾ പത്മഭൂഷൺ മോഹൻലാൽ നേടിയിട്ടുണ്ട്, പത്മശ്രീ നേടിയിട്ടുണ്ട്, ദെൻ അതുപോലെ തന്നെ ലെഫ്റ്റനൻറ്റ് കേണൽ നേടിയിട്ടുണ്ട്, ദെൻ D.Litt ഉൾപ്പെടെ മറ്റ് ഒരുപാട് ഹോണററി അവാർഡുകൾ മോഹൻലാൽ നേടിയിട്ടുണ്ട്. അപ്പം കേരളത്തിൽ നിന്നൊരു അഭിനേതാവിന് കൊടുക്കുന്ന ചെറുതും വലുതുമായ എല്ലാ നേട്ടങ്ങളും നേടിയിട്ടുള്ള അഭിനേതാവ്. അതോടൊപ്പം തന്നെ മറ്റ് അഭിനേതാക്കൾ അത് നേടിയിട്ടുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ മോഹൻലാൽ അത് നേടിയിരിക്കുന്നു എന്നുള്ളതിനോടൊപ്പം തന്നെ ചേർത്ത് പറയാതെ മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടെയുണ്ട്. ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് മോഹൻലാലിനെ നോക്കുന്ന സമയത്ത് മോഹൻലാലിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. എങ്ങനെ വേണോ മോഹൻലാലിനെ പ്ലേസ് ചെയ്യാം. ഏത് തരം സിനിമയിലേക്ക് നിങ്ങൾക്ക് മോഹൻലാലിനെ പരിഗണിക്കാം. അത് ഇന്നു മുതലല്ല, അത് മോഹൻലാൽ വന്ന കാലം മുതൽക്ക് മോഹൻലാൽ അങ്ങനെയാണ്. മോഹൻലാൽ കോമഡി ചെയ്യും, ആക്ഷൻ ചെയ്യും, മാസ് റോളുകൾ ചെയ്യും, റൊമാൻറ്റിക് ഹീറോ ചെയ്യും, ദെൻ ഒരു പെർഫോമറായിട്ട് ഒരു പ്യുവർലി ഒരു എന്താ പറയുക സമാന്തര സിനിമയിലെ നായകനായിട്ട് മോഹൻലാലിനെ പരിഗണിക്കാം. അങ്ങനെ ഏത് ലെവലിലേക്ക് വേണമെങ്കിലും മോഹൻലാലിനെ പരിഗണിക്കാം. മോഹൻലാൽ ഒരേ സമയം വാനപ്രസ്ഥം ചെയ്യും, അതേസമയം തന്നെ നരസിംഹം ചെയ്യും. മോഹൻലാൽ തന്മാത്ര ചെയ്യുന്നുണ്ടാവും, അതേ മോഹൻലാൽ തന്നെ പോയിട്ട് പരദേശി ചെയ്യും. ആ പരദേശി ചെയ്യുന്ന മോഹൻലാൽ തന്നെ ചോട്ടാ മുംബൈ ചെയ്യും. ഈ ചോട്ടാ മുംബൈ ചെയ്യുന്ന മോഹൻലാൽ തന്നെയാണ് സതയം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്രത്തോളം റേഞ്ചുള്ള ഒരു ആക്ടർ വേറെ ഇല്ല.
അത് നിങ്ങൾക്ക് ആരെടുത്ത് നോക്കാം, മലയാളത്തിൽ അങ്ങനെ ആരെടുത്ത് നോക്കിയാലും അങ്ങനെ പെർഫോം ചെയ്യുന്ന ഒരു ആക്ടർ വേറെ ഇല്ല. അത് മലയാളത്തിൽ നിന്നല്ല, അയാൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച നടനായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഏറ്റവും ബെസ്റ്റ് നാച്ചുറലായിട്ട് അഭിനയിക്കുന്നു, ഏറ്റവും ബെസ്റ്റാണ് സ്വാഭാവികമായി അഭിനയിക്കുന്ന രീതിയിൽ മോഹൻലാൽ വരുന്നത്. ഇപ്പോൾ ഒരു അഭിനേതാവ് എന്നുള്ള നിലയ്ക്ക് മോഹൻലാൽ എല്ലാ നേട്ടങ്ങളും നേടിയിട്ടുണ്ട്. മലയാളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ്. ആസ് ആൻ ആക്ടർ മോഹൻലാലിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ട്. മോഹൻലാലിനെ സംബന്ധിച്ച് മോഹൻലാലിൻ്റെ ഒരു ആക്ടിങ് സ്കില്ലിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പറയാനുണ്ട്. ഇപ്പോൾ മോഹൻലാൽ വാനപ്രസ്ഥം എടുത്തു നോക്കുമ്പോൾ തന്നെ കാൻ ഫിലിം ഫെസ്റ്റിവൽ ഉൾപ്പെടെ ചെന്ന് കയറിയിട്ടുള്ള ആക്ടറാണ് മോഹൻലാൽ. ദെൻ ഒരു സിനിമയുടെ കാര്യത്തിൽ മാത്രം എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അഭിനേതാവ് ചെയ്യുന്നതോടൊപ്പം തന്നെ മോഹൻലാൽ സിനിമയ്ക്ക് നൽകിയ കോൺട്രിബ്യൂഷൻസ് വേറെയാണ്. ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് സിനിമയിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ സിനിമയിലോട്ട് തന്നെ തിരിച്ചു കൊടുത്ത് മാതൃകയായിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ കോവിഡ് സമയത്ത് ഉൾപ്പെടെ ഇൻഡസ്ട്രി മൊത്തം നിശ്ചലമായ സമയത്ത് അദ്ദേഹമാണ് ആദ്യമായിട്ട് രംഗത്തിറങ്ങി ഒരുപാട് സിനിമകൾ OTTക്ക് വേണ്ടി അല്ലാതെയൊക്കെ ചെയ്ത് ആ സിനിമ മേഖലയെ ലൈവായി നിർത്തിയത്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ആരും തന്നെ പുറത്തിറങ്ങാൻ മടിക്കുന്നൊരു സാഹചര്യത്തിലായിരുന്നു അയാൾ അത്തരം സിനിമകളുമായി വന്നിട്ടുള്ളത്. ഇങ്ങനെ ഓരോ ഘട്ടത്തിലുമുണ്ട്. ഓരോരോ ഘട്ടത്തിലും മോഹൻലാലിനെ നമുക്ക് മോഹൻലാൽ സവിശേഷമായ പ്രവർത്തികൾ കൊണ്ട് മോഹൻലാൽ എന്ന അഭിനേതാവിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. ഇനി ആസ് എ സ്റ്റാർ എന്ന് നോക്കുന്ന സമയത്ത് മോഹൻലാൽ എങ്ങനെയാണ്? എനിക്കത് കൂടുതൽ ഡിബേറ്റുകളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. ആസ് എ സ്റ്റാർ മലയാളത്തിൽ ഏറ്റവും വലിയ താരം ആരാണ്, ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള സ്റ്റാർ ആരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയൊരു ഡിബേറ്റ് ഉണ്ടാവില്ല. കാരണം മോഹൻലാലിൻ്റെ കാര്യം എടുത്താൽ 1980 മുതൽ 2025 വരെ എക്കാലത്തെയും ഏറ്റവും വലിയ സ്റ്റാർ അയാൾ തന്നെയാണ്. അയാളേക്കാൾ വലുതായിട്ട് ഒരു അഭിനേതാവും ഒരു സ്റ്റാറായി വളർന്നിട്ടില്ല. മോഹൻലാലിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇന്നിപ്പോൾ കോടി ക്ലബ്ബുകളുടെ കാര്യമെടുത്താൽ മോഹൻലാൽ അതിലുണ്ട്. ആദ്യമായിട്ട് മലയാളത്തിൽ 100 കോടി ക്ലബ്ബ് തന്നത്, അതിൻ്റെ മുന്നേ ആദ്യമായിട്ട് 50 കോടി ക്ലബ്ബ് തന്നിട്ടുള്ളത്, ദെൻ കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി നേടിയത്, കേരളത്തിൽ നിന്ന് 250 കോടി ക്ലബ്ബ് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്തത്, ഇങ്ങനെ തുടങ്ങി സകലതും. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, വിദേശത്താണെങ്കിലും വിദേശത്ത് 100 ദിവസം ഓടിയ സിനിമയുള്ള അഭിനേതാവാണ്. അതുപോലെ തന്നെയാണ് വിദേശത്ത് മാത്രം 100 കോടി കളക്ഷൻ നേടിയിട്ടുള്ള അഭിനേതാവാണ്. ഇങ്ങനെ ഒരു ഇതെല്ലാം സ്റ്റാർ എന്നുള്ളൊരു രീതിക്ക് നമ്മൾ പരിഗണിക്കുമ്പോൾ മോഹൻലാൽ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അങ്ങനെ ഒരു സ്റ്റാർ പടം അങ്ങനത്തെ റേഞ്ചിൽ എത്തിയിട്ടില്ല. മോഹൻലാൽ മാത്രമാണ് അങ്ങനെ കൊട്ടകയിലേക്ക് ആളെ നിറയ്ക്കുന്ന ഒരു സ്റ്റാർ ഉള്ളത്. മറ്റ് പല താരങ്ങളും ഉണ്ടെങ്കിൽ പോലും മോഹൻലാലിനോളം ആരും വളർന്നിട്ടില്ല. അത് ഇപ്പോൾ നമുക്ക് 1980s എടുക്കുകയാണെങ്കിൽ ചിത്രം പോലെ ഒരു വലിയ ഹിറ്റ് ഉണ്ടായിരുന്നു. ചിത്രം പോലെ 20ാം നൂറ്റാണ്ട് പോലെ ഒക്കെ അതിന് വലിയ ഹിറ്റുകളുണ്ടായിരുന്നു. 90s വന്നു കഴിഞ്ഞാൽ 90s നമുക്ക് കിലുക്കം പോലെ, കിലുക്കവും ആറാം തമ്പുരാനും നരസിംഹവും ചന്ദ്രലേഖയും പോലെയുള്ള ഹിറ്റുകൾ ആ ഒരു സമയത്തുണ്ടായിരുന്നു. ദെൻ 2013 വരുമ്പോൾ ദൃശ്യം ഉണ്ടായിരുന്നു. ദെൻ അത് കഴിഞ്ഞ് ലൂസിഫർ ഉണ്ടായിരുന്നു, പുലിമുരുകൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. അപ്പോൾ ഇപ്പോൾ 2025 മോഹൻലാൽ ഒറ്റയ്ക്ക് വെറും 3 മാസം തികയുന്നതിന് മുന്നേ 500 കോടി ക്ലബ്ബ് ഒരു പ്രാദേശിക ഭാഷയിൽ നേടിയെടുത്തിരിക്കുകയാണ്. മറ്റാരാണ് അങ്ങനെ നേടിയിട്ടുള്ളതെന്ന് അറിയില്ല. കാരണം പ്രത്യേകിച്ചും നമ്മൾ കേരളത്തേക്ക് എടുക്കുമ്പോൾ ആകെ 3.5 കോടിയോളം ജനങ്ങളാണ് ആകെ ഉള്ളത്. അത്രത്തോളം തിയേറ്ററുകളെ നമ്മൾക്കുള്ളൂ. അത്രത്തോളം എന്താ പറയുക റീച്ച് മാത്രമാണ് നമ്മുടെ ഒരു പ്രാദേശിക ഭാഷയ്ക്കുള്ള മലയാളത്തിനുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ മോഹൻലാൽ ഒരു പ്രാദേശിക ഭാഷയിൽ നിന്ന് വളരാവുന്നതിൻ്റെ എക്സ്ട്രീം ലെവൽ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റാർ എന്ന് നോക്കുന്ന സമയത്ത് മോഹൻലാലിനെ താരതമ്യം ചെയ്ത് മറ്റാരെ നമ്മൾ മലയാളത്തിൽ നിന്ന് ചേർത്ത് വയ്ക്കാനില്ല. ഇപ്പോൾ സ്റ്റാർ എന്ന് പറയുമ്പം വേറെയും എന്താ പറയുക നമുക്ക് അദ്ദേഹത്തെ വിലയിരുത്താം. ഇപ്പോൾ മറ്റ് ഭാഷകളിൽ ആരെങ്കിലും കൊണ്ടു നോക്കിയാൽ ഇങ്ങനെ ആരുമില്ല. കാരണം അങ്ങനെ ഒരു സ്റ്റാറായിട്ട് നിൽക്കുന്ന ആൾ തന്നെ ഒരു ആക്ടറായിട്ട് മാക്സിമത്തിൽ നിൽക്കുക, അങ്ങനത്തെ റേഞ്ച് മലയാളത്തിൽ മോഹൻലാലിനല്ലാതെ മറ്റാരിലും ഇല്ല. കാരണം ഇപ്പോൾ തമിഴിലേക്ക് നോക്കിയാലും ഹിന്ദിയിലേക്ക് നോക്കിയാലും കന്നഡയിലേക്ക് നോക്കിയാലും ഒക്കെ തന്നെ എന്താണ് അഭിനേതാക്കൾ, ആക്ടേഴ്സ് ഉണ്ട്, പെർഫോമേഴ്സ് ഉണ്ട്. പക്ഷേ സ്റ്റാർ എന്നുള്ള നിലയ്ക്ക് വേറെ പലരുമാണ് സ്റ്റാർഡം കൈവരിച്ചിട്ടുള്ളത്. മോഹൻലാൽ കൈവരിച്ച സ്റ്റാർഡവും മോഹൻലാലിൻ്റെ ആക്ടിങ് സ്കില്ലും ആസ് ആൻ ആക്ടർ ആൻഡ് ആസ് എ സ്റ്റാർ മോഹൻലാലിനോളം മലയാളി സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള മറ്റാരും തന്നെ ഇല്ല. ഒരുപക്ഷെ ഒരു പ്രാദേശിക ഭാഷയിൽ നിന്ന് ഒരു വ്യക്തിക്ക്, ഒരു അഭിനേതാവിന് പോകാവുന്ന മാക്സിമം നേടിയെടുത്തിട്ടുള്ള ആളാണ് മോഹൻലാൽ. അത് ഈ പറഞ്ഞ 2 രീതിയിലും ആസ് എ സ്റ്റാർ എന്നുള്ള നിലയ്ക്കും ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്കും നമുക്ക് എടുത്തു പറയാം. അപ്പോൾ കോടി ക്ലബ്ബുകളുടെ കാര്യം ഇന്ന് തുടങ്ങിയതോ ഇന്നലെ തുടങ്ങിയതോ അല്ല മോഹൻലാലിൻ്റെ കാര്യത്തിൽ. മലയാള സിനിമ ബോക്സ് ഓഫീസിലും മാർക്കറ്റ് വൈസും നേടി എക്സ്പാൻഷനിലെല്ലാം മുന്നിലുണ്ടായിരുന്ന മോഹൻലാലാണ്. അത് പണ്ടും അതെ ഇന്നും അതെ. അപ്പോൾ അതങ്ങനെ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മലയാളത്തിൽ അങ്ങനെ ഒരു ഗോ ടാഗിലൊക്കെ നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് മോഹൻലാൽ മാത്രമേ ഉള്ളൂ. മറ്റാരെയും തന്നെ അങ്ങനെ ഒരു ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്നൊരു ടാഗിലേക്ക് പരിഗണിക്കാൻ കഴിയില്ല. മോഹൻലാലിനോളം മറ്റാരും തന്നെ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ പദവിക്ക് ഏറ്റവും അർഹനായിട്ടുള്ള, ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ആളെന്ന് പറയുന്നത് മോഹൻലാലാണ്. ഇതെനിക്ക് തോന്നിയ കാര്യങ്ങളാണ്, എൻ്റെ കാഴ്ചപ്പാടുകളാണ്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ മലയാളത്തിലൊരു ഗോട്ട് എന്ന് പറയുന്നത് മോഹൻലാലായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്.